എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കേസിലും കോടതിയിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലോയർ ഒരു എക്സാക്റ്റ് ഒരു ഡേറ്റ് പറയും. ആ ഡേറ്റിന് നമുക്ക് എന്തായാലും കാണും, നമ്മളെന്തായാലും കാണും. എന്നാൽ ഈ റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നത്. താങ്കളും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിലെന്താണ്? അല്ല, അതാ ഞാൻ പറഞ്ഞത്, അതെല്ലാം നമുക്ക് കാണാം, നമുക്ക് കാണാം. അത് നമുക്ക് അതെല്ലാം നിങ്ങൾക്ക് അതെല്ലാം വഴിയേ മനസ്സിലാവുമല്ലോ. അത് വ്യാജ പരാതിയാണെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് താങ്കൾ പറഞ്ഞിരുന്നത്. അതൊക്കെ എന്താണ്? അത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. ഓക്കെ. കൊച്ചിയിൽ വിമാനം ഇറങ്ങിയതിനു ശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. അതാണ് തത്സമയം നിങ്ങൾ കണ്ടത്. നിതിൻ അംബുജൻ തത്സമയം ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. പറയൂ നിതിൻ, ജയസൂര്യ എന്തൊക്കെയാണ് പറഞ്ഞത്? കാത്തിരുന്ന് കാണാമെന്ന രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചത് ഞാൻ ശ്രദ്ധിച്ചു. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? SKN ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ നടൻ ജയസൂര്യക്കെതിരെ 2 ലൈംഗിക അതിക്രമ പരാതികളാണ് ഉണ്ടായത്. ഈ പരാതി ഉണ്ടായ ഘട്ടത്തിലടക്കം ജയസൂര്യ, ഈ വെളിപ്പെടുത്തൽ നടക്കുന്ന ഘട്ടത്തിൽ ജയസൂര്യ വിദേശത്തായിരുന്നു. ഇപ്പോൾ വിദേശത്ത് നിന്നും ജയസൂര്യ കൊച്ചിയിൽ തിരിച്ചെത്തി. അദ്ദേഹം 2 വാക്കുകളാണ് അദ്ദേഹം പ്രതികരിച്ചത്. പ്രധാനപ്പെട്ട കാര്യം, ഇതിപ്പോൾ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്, അതുകൊണ്ട് ഇത് കൂടുതൽ പ്രതികരിക്കാനില്ല, വൈകാതെ കാണാം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മറ്റ് കൂടുതൽ പ്രതികരണങ്ങൾക്ക് എന്തായാലും അദ്ദേഹം കടന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി അടുത്ത മാസം പരിഗണിക്കാനിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോടതിയിലിരിക്കുന്ന വിഷയമായതിനാൽ കൂടുതൽ പ്രതികരിക്കാനില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ലൈംഗിക അതിക്രമ പരാതി ജയസൂര്യക്കെതിരെ 1-ലധികം പരാതികളുണ്ട്. ഈ പരാതിയുടെ പശ്ചാത്തലത്തിൽ ജയസൂര്യക്കെതിരെ കേസെടുത്തിരുന്നു. മാത്രമല്ല സ്ത്രീത്വത്തെ അപമാനിച്ചടക്കമുള്ള പരാതികളാണ് ജയസൂര്യക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ജയസൂര്യ ഇപ്പോൾ ഇത് നിയമപരമായി നേരിടുമെന്ന് അദ്ദേഹം നേരത്തെ വിദേശത്തിരിക്കുമ്പോൾ തന്നെ തന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ അദ്ദേഹം പ്രതികരിച്ചിരുന്നു. പക്ഷേ മാധ്യമങ്ങളോട് ആദ്യമായിട്ടാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. എന്തായാലും ഇത് നിയമപരമായി തന്നെ നേരിടും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. മറ്റു ചോദ്യങ്ങൾക്കും തന്നെ അദ്ദേഹം പ്രതികരിക്കാതെ ഇപ്പോൾ മടങ്ങിയിട്ടുണ്ട്. SKN.